അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ ഒരു ലോക്കൽ ഹോസ്റ്റിൽ നമ്മൾ ലോക്കൽ WPയിൽ ചെയ്ത ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ലൈവ് ഡൊമൈനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു ഡൊമൈനും ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്യണം. പിന്നെ അതിലൊരു വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഹോസ്റ്റിംഗർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ ഡൊമൈനും ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഫയൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമല്ലോ. എന്നിട്ടാണ് ആ ഒരു വേറൊരു വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പ്ലഗിൻസ് അവൈലബിൾ ആണ് മൈഗ്രേറ്റ് ചെയ്യാൻ. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ബാക്കപ്പ് എന്നിവിടെ ബാക്കപ്പ് അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്നൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ പ്ലഗിൻ അവൈലബിൾ ആണ്. കണ്ടോ, അപ്ഡ്രാഫ്റ്റ് പ്ലസ്, അതുപോലെ WP മൈഗ്രേഷൻ, അങ്ങനെ കുറേ പ്ലഗിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലഗിനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കൊന്നും കൂടെ ഒരു കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത് ഈ ഒരു പ്ലഗിനാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലഗിനൊന്ന് ഇൻസ്റ്റാൾ കൊടുക്കാം. ഈ പ്ലഗിന് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ശേഷം കണ്ടോ, ഇത് അതിൻ്റെ ഒരു വെൽക്കം പേജാണ്. ഇവിടെ സ്കിപ്പ് കൊടുക്കുക. എന്നിട്ട് കണ്ടോ, ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. നമ്മളൊരു ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. നെക്സ്റ്റ് അവിടെ ബിൽഡ് കൊടുക്കുക. ബിൽഡ് കൊടുത്താലൊരു ബാക്കപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇവിടുന്ന്. ഈ ഒരു പ്ലഗിന് ചില പ്ലഗിനൊക്കെ നമ്മൾ എടുക്കുന്ന ടൈമിൽ ഇത് ഡൗൺലോഡ് ബോത്ത് ഫയൽസ് കൊടുക്കട്ടോ. ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞിട്ടൊരു ഫയലും പിന്നെ ഒരു സിപ്പ് ഫയലും കിട്ടും. ഡൗൺലോഡ് ബോത്ത് കൊടുക്കുക. വേറെ ചില പ്ലഗിന് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ലിങ്ക് ഉണ്ടല്ലോ, നമ്മൾ ഇതിലിപ്പോൾ demo.local എന്നാണല്ലോ, അപ്പോൾ നമ്മൾ വേറെ ഡൊമൈനിലാണല്ലോ വേർഡ്പ്രസ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ ലിങ്ക് നമ്മൾ മാനുവലായിട്ട് ഒന്നുകിൽ ഡാറ്റാബേസ് ചേഞ്ചർ എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ മാനുവലായിട്ടൊക്കെ ഫയലിൻ്റെ ഉള്ളിൽ പോയിട്ട് ലിങ്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവലുണ്ട്. പക്ഷേ ഈ ഒരു പ്ലഗിന് അതൊക്കെ ഈ ഒരു മൈഗ്രേഷനിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്കുകളൊക്കെ ചേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഞാൻ 2 ഫയലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്റ്റിംഗ് പർച്ചേസ്, ഡൊമൈനും ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒന്ന് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. hostinger.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോവുക. ഹോസ്റ്റിംഗറിന് സെർച്ച് ചെയ്തതിൻ്റെ ശേഷം ഇവിടെ ചിലപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന ടൈമിൽ US UK ആവും. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി കൊടുക്കുക. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ഇവിടെ ആദ്യം ലോഗിൻ ചെയ്തിട്ടും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇവിടെ ഏതെങ്കിലും ഒരു പ്ലാന് പിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സിംഗിൾ ഇതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള പ്ലാൻ. അപ്പോൾ ഒരു പ്ലാന് ചൂസ് ചെയ്യുക. ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ എന്ന് അതിന് പറയാം. ഒരു ഹോസ്റ്റിംഗ് പ്ലാന് ചൂസ് ചെയ്യുക. പിന്നെ ഇവിടെ ജസ്റ്റ് 1 മന്ത് കൊടുക്കുക. ഫസ്റ്റ് നിങ്ങളിപ്പോൾ ജസ്റ്റ് പർച്ചേസ് ചെയ്യാൻ 1 മന്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഡൊമൈൻ, അതിൻ്റെ കൂടെ ഒരു ഡൊമൈനും കൂടെ നോക്കുക, അവൈലബിൾ ആയിട്ടുള്ള ഡൊമൈൻ. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളെ പേര് വെച്ച് നിങ്ങളിപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡൊമൈൻ ഇപ്പോൾ പർച്ചേസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് വെബീസൺ സ്റ്റുഡിയോ ഞാൻ ഓൾറെഡി ഡൊമൈനും ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ അത് അവൈലബിൾ ആണോ എന്ന് ഇവിടെ കാണിക്കും. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി ചെക്കൗട്ട് കാര്യങ്ങൾ ചെയ്യുക. കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങളെ ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യുക. പിന്നെ ചെക്കൗട്ട്, നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണ പോലെ ഇത് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചെക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്താൽ ഈ ഒരു ഡാഷ്ബോർഡിലേക്കാണ് റീഡയറക്റ്റ് ആവുക. ഓക്കെ, ഇതാണ് ഒരു വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത് ഹോസ്റ്റിംഗറിൽ. അപ്പോൾ ഇതിൽ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും ഇതിൽ. അപ്പോൾ നമ്മൾ ഹോസ്റ്റിംഗറിൽ ഈ ഒരു ഡൊമൈനിൽ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലിപ്പോൾ ഞാൻ 1-2 വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഡ്രോപ്പ് ഡൗൺ ഉണ്ടല്ലോ, അവിടെ ഓട്ടോ ഇൻസ്റ്റാളർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് രണ്ടും ഞാൻ ഇതിൽ ഒരു ഡൊമൈനിൽ നമുക്ക് ഹോസ്റ്റിംഗർ യൂസ് ചെയ്തിട്ട് എത്ര വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത വേർഡ്പ്രസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പുതിയ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇവിടെ വേർഡ്പ്രസ്സിൽ സെലക്ട് കൊടുക്കുക. അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. ഞാനിപ്പോൾ ഡെമോ എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇമെയിൽ കൊടുക്കുക. ഈ ഇമെയിൽ കറക്റ്റ് നമ്മളെ യൂസ് ചെയ്യുന്ന ഇമെയിൽ തന്നെ കൊടുക്കുക കേട്ടോ, നല്ലത്. പിന്നെ ഒരു യൂസർ നെയിമും കൊടുക്കുക, ഒരു പാസ്വേഡും കൊടുക്കുക. ജസ്റ്റ് demo@123 അങ്ങനെ എന്തെങ്കിലും കൊടുക്കണ്ട. പിന്നെ ഈ ഒരു അഡ്വാൻസ്ഡ് ഉണ്ടല്ലോ, ഇതിപ്പോൾ നിങ്ങൾ ആ ഒരു ഡൊമൈനിൽ തന്നെയാണ് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും
കൊടുക്കേണ്ട ആവശ്യമില്ല സബ് ഡയറക്ടറി. ഞാനിപ്പോൾ ഈ ഒരു webzen.studio എന്ന് പറഞ്ഞിട്ടുള്ള ഡൊമൈനിൽ ഞാൻ ഓൾറെഡി വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊരു സബ് ഡയറക്ടറിയിലാണ്, ഞാൻ ഡെമോ എന്ന് പറഞ്ഞിട്ട് വേറൊരു സബ് ഡയറക്ടറിയിലാണ് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോണത്. അല്ല ഈ webzen.studioയിൽ തന്നെയാണെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഡെമോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് എങ്ങനെ വരും എന്ന് വെച്ചാൽ webzen.studio/demo ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മളെ വെബ്സൈറ്റ് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഡെമോ എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് തൽക്കാലം ഓഫ് ചെയ്തിടുക, ബാക്കിയൊക്കെ ഡീഫോൾട്ടായിട്ടുള്ളതാണ്. എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഈ ഒരു പാസ്വേഡ് ഒന്നും കൂടെ അത് കുറച്ച് വീക്കാണെന്ന് തോന്നുന്നു. പാസ്വേഡ് സ്റ്റാറും ഹാഷും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡയറക്ടറിയിൽ ഒരു ഡീഫോൾട്ട് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലോക്കലായിട്ട് ചെയ്ത് വെച്ച വെബ്സൈറ്റ് ഉണ്ടല്ലോ. ഓക്കെ, ആ ഒരു വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയാൽ ഈ ഒരു പേജിൽ കേട്ടോ റീഡയറക്റ്റ് ചെയ്യുക. അവിടെ നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത വേർഡ്പ്രസ്സൊക്കെ ഇവിടെ കാണും. അപ്പോൾ ഇതിൽ ഞാൻ ഡെമോ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് വേർഡ്പ്രസ്സിൻ്റെ അഡ്മിൻക്ക് കയറാൻ പറ്റും കേട്ടോ. നമ്മൾ ഹോസ്റ്റിംഗറിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വേർഡ്പ്രസ്സിൽ വേറെ യൂസർ നെയിം പാസ്വേഡും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ആ ഒരു ഫയലാണല്ലോ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്ററിൽ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അവിടുന്ന് 2 ഫയൽ എക്സ്പോർട്ട് ചെയ്തല്ലോ, 2 ഫയൽ ഡൗൺലോഡ് ചെയ്തല്ലോ. അപ്പോൾ ആദ്യം ഫയൽസിൽ പോവാം. ഫയൽ മാനേജർ പോവാം. ഓക്കെ, ഫയൽ മാനേജറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത ഫോൾഡർ ഉണ്ടല്ലോ, ഫോൾഡറിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ ഒരു ഡെമോ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് നമ്മളെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്. കണ്ടോ, WP കണ്ടൻറ്റ് അഡ്മിൻ എല്ലാ ഫോൾഡറും ഇവിടെ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു 2 ഫയൽ ഉണ്ടല്ലോ അത് അപ്ലോഡ് ചെയ്യുക. ഒരു installer.php ഉണ്ടാവും, പിന്നെ ഒരു സിപ്പ് ഫയലും ഉണ്ടാവും. ഇതിവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഈ ഒരു installer.php ഞാനൊന്ന് റീനെയിം ചെയ്യുന്നുണ്ട്. എൻ്റെ ഡൗൺലോഡ്സിൽ ഒരു installer.php ഓൾറെഡി ഉണ്ടായതുകൊണ്ട് അത് 1 എന്ന് പറഞ്ഞിട്ടൊരു പേരിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു നമ്മളെ ഡൊമൈൻ ഉണ്ടല്ലോ webzen.studio/demoയിലാണല്ലോ നമ്മൾ വേർഡ്പ്രസ്, ഇതാണല്ലോ നമ്മൾ ഡീഫോൾട്ട് വേർഡ്പ്രസ്സിൻ്റെ ഇൻസ്റ്റാൾ ചെയ്ത പേജ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡയറക്ടറി ഉണ്ടല്ലോ അതിലിപ്പോൾ ആ ഒരു installer.phpയും സിപ്പ് ഫയലും അതിലുണ്ടല്ലോ. അപ്പോൾ സിപ്പ് ഫയലിൻ്റെ പേരൊന്ന് കോപ്പി എടുക്കാം. എന്നിട്ട് ഈ ഒരു ഡൊമൈനിൽ പോയതിൻ്റെ ശേഷം installer.php കൊടുക്കുക. അവിടെ ഒരു ഫയൽ ഉണ്ടല്ലോ, installer.php കൊടുത്താൽ ഈ ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ആവും. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സിപ്പ് ഫയലിൻ്റെ പേരുണ്ടല്ലോ അത് പേസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ അപ്ലൈ കൊടുക്കുക, പിന്നെ വാലിഡേറ്റ് കൊടുക്കുക. പിന്നെ ഉണ്ടോ ഈ ഒരു അക്സെപ്റ്റൻസ് ചെക്ക് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മളെ പഴയ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടല്ലോ അതന്നെയാണ് കേട്ടോ ഇതിന് കൊടുക്കേണ്ടത്. നമ്മൾ പുതിയ ഇൻസ്റ്റാൾ ചെയ്തതല്ല. ഈ ഒരു ഇത് നമ്മൾ പഴയ വെബ്സൈറ്റ് മൈഗ്രേറ്റ് ചെയ്തല്ല. അപ്പോൾ യൂസറൊക്കെ പഴയ വെബ്സൈറ്റിലുള്ളത് തന്നെ ആവും. ഞാൻ പഴയ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിന് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നമ്മളെ സൈറ്റ് മൈഗ്രേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സർവീസസ് അതുപോലെ ടെസ്റ്റിമോണിയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ കസ്റ്റം പോസ്റ്റും എല്ലാതും ഇതിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് വെബ്സൈറ്റ് ഒന്ന് നോക്കുക, Ctrl+Shift റീഫ്രഷ് കൊടുക്കട്ടോ. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടോ എല്ലാം വന്നിട്ടുണ്ട്, ഇമേജും അതുപോലെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ ഒരു ഇമേജിൻ്റെ ലിങ്ക് മാറ്റേണ്ടത് തോന്നുന്നു. അപ്പോൾ അത് ഓക്കെ, ഇതിൻ്റെയൊക്കെ ലിങ്ക് പോയി മിസ്സായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ഷോർട്ട് കോഡിൽ പോയിട്ട് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. തീം ഫയൽ എഡിറ്റർ എടുത്തതിൻ്റെ ശേഷം ഈ ഒരു function.phpൻ്റെ ഉള്ളിലുള്ളത് അപ്ഡേറ്റ് ആയിട്ടില്ല. കണ്ടോ, demo.local തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഇമേജൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു മീഡിയ എന്നുള്ള മെനുവിൽ പോയിട്ട് ഈ നമ്മൾ ഇപ്പോഴത്തെ ലൈവ് ലിങ്ക് വെച്ചിട്ടുള്ള URL കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റാർ കോപ്പി URL കൊടുക്കുക. എന്നിട്ട്
കണ്ടോ, ഇതല്ല നമ്മളെ ടെസ്റ്റിമോണിയൽ വരുന്നത്, അതിൻ്റെ ഈ ഒരു ഇമേജാണ് മിസ്സായിട്ടുള്ളത്. അവിടെ കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് ഫയൽ കൊടുത്താൽ കണ്ടോ അത് വന്നിട്ടുണ്ട്. അത്രയാണ് നമ്മളൊരു വെബ്സൈറ്റ് ഒരു സെർവറിൽ നിന്ന്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ലോക്കലായിട്ട് ചെയ്തത് ലൈവ് സെർവർക്ക് ഒരു വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ.